കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നു. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. ജലം അധികമായി എത്തിയതോടെ അപകട സാധ്യത കണക്കിലെടുത്ത് തമിഴ്നാട് വനംവകുപ്പ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കനത്ത മഴയാണ് സംസ്ഥാനത്ത് വിതറിയത്. പല സ്ഥലങ്ങളിലും അതിശക്തമായ മഴയാണ് കണ്ടത്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പ് തെക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതാഗത തടസ്സവും വ്യാപകമാണ്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ സ്ഥിതി കൂടുതൽ ഗുരുതരമായിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുകയും നിരവധി കുടുംബങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ അലർട്ടും പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. അതേസമയം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കനത്ത മഴ പെയ്തതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഉയർന്നത് 5 അടി വെള്ളമാണ്. ജൂലൈ 31-ന് 112.45 അടിയായിരുന്നു ജലനിരപ്പ് ഉയർന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം 117.40 അടിയായി ഉയർന്നു. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് സെക്കൻഡിൽ 2649 അടിയായിരുന്നത് 6100 ഘടനയടിയായി വർദ്ധിച്ചതായും റിപ്പോർട്ടുണ്ട്. തമിഴ്നാട്ടിലേക്ക് സെക്കൻഡിൽ 256 ഘന അടി ജലം മാത്രമാണ് ഇപ്പോൾ തുറന്നുവിടുന്നത്. അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശമായ പെരിയാർ വനമേഖലയിൽ 37 മില്ലിമീറ്ററും തേക്കടിയിൽ 24.6 മില്ലിമീറ്റർ മഴയുമാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നതോടെ കൃഷിക്ക് വലിയ ഗുണമാകുമെന്ന് പറയുമെങ്കിലും ആശങ്ക ബാക്കിയാവുകയാണ്. ഇതിനിടയിൽ പെരിയാർ വനമേഖലയിൽ നിന്ന് തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ കമ്പത്തിനു സമീപമുള്ള ചുരുളിയിലേക്ക് വലിയ തോതിൽ വെള്ളം എത്തിത്തുടങ്ങി. വനമേഖലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജലത്തിൽ ഇറങ്ങുന്നതിനായി നിരവധി ആളുകളും വിനോദസഞ്ചാരികളും ഇവിടെ എത്താറുണ്ട്. എന്നാൽ അധികൃതർ കൃത്യമായി മുന്നറിയിപ്പും വിലക്കും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനിടയിൽ സംസ്ഥാനത്ത് തുടരുന്ന ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. 2 ദിവസത്തിനിടെ അണക്കെട്ടിലെ ജലനിരപ്പ് ഏകദേശം 9 അടിയായി ഉയർന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തെ കണക്കുകൾ പ്രകാരം ജലനിരപ്പ് 2340 അടിയായിരുന്നു. ഇത് അണക്കെട്ടിന്റെ പൂർണ്ണ സംഭരണശേഷിയുടെ 38%. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.